പവറട്ടിപ്പള്ളി രണ്ടിന്റെ കാരണം പറയാം. ഒന്നാമത്തെ ഈ സാറ് പറയാം. ഈ സാറേ 1 വർഷം പ്രാർത്ഥിച്ചു, അതിന് 5 രൂപയുടെ വെടിവഴിപാട് നടത്താവുന്നു. എന്തോ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതൻ, മനസ്സിലാവുന്നില്ല സാറേ, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒരു നന്മ കിട്ടി, അതിന്റെ നന്മ പങ്കിട്ട് കൊടുക്കുക. അത് ഒരു ദൈവവിശ്വാസം വേണ്ട, നന്മ പങ്കിട്ട് കൊടുക്കുക. അത് ചെയ്യാം. അതിന് പകരം പൊട്ടക്കം പൊട്ടിച്ചാൽ ദൈവപ്രീതി ഉണ്ടാവുന്ന. ഇനി അതുകൊണ്ട് ഇനി അതിന്റെ കാരണം വേറൊന്നുമല്ല സാറേ. അദ്ദേഹം പറഞ്ഞുമായിട്ട് അല്ല, അദ്ദേഹം പറഞ്ഞുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാം. എന്താണെന്നറിയോ, സാറിന്റെ വീട്ടിൽ പടക്കം പൊട്ടിച്ചപ്പം എന്റെ വീട്ടിൽ ഒരു പടക്കം പൊട്ടിച്ചാൽ അവിടുന്ന് കുറച്ചുപേരോട് ഇവിടെ വന്ന് കാണും. ഞങ്ങൾ ഇതൊരു സന്തോഷമാണ്. ഞാൻ പറഞ്ഞോട്ടെ. സാറിന്റെ വീട്ടിൽ പൊട്ടിച്ചപ്പോ ഞങ്ങളുടെ വീട്ടിൽ പൊട്ടിക്കാറ് ഞങ്ങൾ എന്തോ കുറവുള്ളവരല്ലേ, അതിനു വേണ്ടി ഒരു പൊട്ടിയിൽ തുടങ്ങിയതാ. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യമായിട്ട് സാറേ, ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ ഞങ്ങളുടെ ക്രൈസ്തവ മതത്തിൽ താലിന്ന് നിങ്ങൾ വിളിക്കില്ല. ഫാദർ റിഞ്ചു, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് കേരളത്തിലെ ഹിന്ദു സങ്കല്പങ്ങൾ പോലും ക്രൈസ്തവ സഭ ഇതൊക്കെ ഈ ആചാരങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ടില്ലേ? അതിനെ കൃത്യമായിട്ട് പറയാം. കൽവിളക്ക് വരെ ഞാൻ അത് കൃത്യമായിട്ട് പറയും. അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങള് സ്ത്രീകളുടെ കഴുത്തിൽ മിന്ന് കെട്ടും, താലിയല്ല കെട്ടുന്നേ, മിന്നാ കെട്ടുന്നത്. താലിയും മിന്നും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? താലത്തിൽ ഓംകാരം താലി, താലത്തിൽ കുരിശ് വെച്ചപ്പോ അത് മിന്നുക എന്നുള്ള അർത്ഥത്തിൽ മിന്നുന്ന. ഈ പറഞ്ഞതെല്ലാം അതിനകത്തുനിന്ന് എടുത്തില്ലെന്ന് പറയല്ല, അതിലെ നല്ല അംശങ്ങൾ എടുത്തു. ഹൈന്ദവതാലിയിലും പുടവയിലും നിന്ന് എന്താണ് ഹൈന്ദവതാലിയിലെയും പുടവയിൽ നിന്നും നല്ലത് സംശീകരിച്ചു എന്ന് പറയുമ്പോൾ അതിലെന്തായിരുന്നു തെറ്റുള്ളത്? ഒന്നും തെറ്റില്ല. അതിനൊരു രൂപഭേദം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ താലികളിൽ, ഹൈന്ദവ താലികളിൽ ഓമൊന്നുമില്ല. ഓമൊക്കെ പുതിയ ജൂലറിക്കാരുണ്ടാക്കിയതാ. വെറുതെ എന്തെങ്കിലും ആലിലയോട് സാമ്യമുള്ള ഒന്നാണ് താലി എന്ന് പറയുന്നത്. ആ താലിയിൽ കുരിശു വെച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഹൈന്ദവ സംസ്കാരത്തിനോട് ക്രൈസ്തവ സംസ്കാരം ചേർന്ന് നിന്ന് ഒരു സമൂഹമായി എന്ത് ചെയ്തു, പരിക്രമം ഉണ്ടായി. ആ പരിക്രമത്തിന്റെ ഭാഗമാണ് പള്ളികളിൽ ആനയെഴുന്നള്ളത്തും വെടിക്കെട്ടുണ്ടായത്. പുതിയ തലമുറയ്ക്ക് എനിക്കിത് കൺക്ലൂഡ് ചെയ്യണം. എനിക്ക് ഈ വിഷയം കൺക്ലൂഡ് ചെയ്യണം. ഈ പറഞ്ഞ വിഷയമായിട്ട് കൺക്ലൂഡ് ചെയ്യണം. ഞാൻ താലി തെറ്റെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കൾ പറഞ്ഞതിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്, ഈ ഹിന്ദു താലിയിൽ നിന്ന് നല്ല കാര്യങ്ങൾ താങ്കൾ സംശീകരിച്ചു. അങ്ങനെയല്ല, ഞാനതാ പറഞ്ഞേ. ഇത് ചർച്ച ചെയ്യപ്പെട്ടാൽ തെറ്റായിട്ട് വരുമെന്ന്, അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞേ. സാറേ, അത് ആളുകൾ നോക്കിയിരിക്കുക കേരളത്തിൽ. സാറേ, അത് തെറ്റെന്നല്ല പറഞ്ഞേ. അത് അവരുടെ വഴിയാണ്, അവരുടെ മോക്ഷത്തിലേക്കുള്ള വഴിയിൽ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനെ എങ്ങനെ നമ്മുടേതായ രീതിയിൽ പ്രസന്റ് ചെയ്യാം, അതാണ്. ഇനി അത് സാറ് പറഞ്ഞ പോലെ കൊടിമരം. എന്തിനാ കൊടിമരം? ഇവിടെ പെരുന്നാൾ ആചരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള എളുപ്പ വഴിയായി ഞങ്ങൾ നോക്കിയപ്പോ കൊടിമരം. അത് ഇവിടെ മാത്രമല്ല കൊടി, ഈ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് കൊടി. ഇനി വിളക്ക്, അന്ന് എണ്ണ ഒഴിച്ച് കത്തിക്കുന്നതാണ് വഴി. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, അന്ന് കണ്ടുപിടിച്ച് ചേർത്തെടുത്തു. ഇന്ന് ഞങ്ങൾ പകരം വിളക്കാക്കി. ഇന്ന് ചുറ്റുവിളക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് സാറേ ഞാനത് ലോക്ക് ചെയ്തേ. അത് അറിയാതെ വന്നു കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലായി പോകും. ഞാൻ ഒരിക്കലും മാത്രമല്ല ഇത് ആവശ്യമില്ലാത്ത പറഞ്ഞ ഫാദർ തന്നെ കുരിശാ. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരവും ഇവിടെ ഈ ഹൈന്ദവ മതത്തിന്റെ ചർച്ച നടത്തി അക്രമകാരിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ സാറേ. അവിടെ ഇത് എന്തിനെന്നുള്ളതാ എന്റെ ചോദ്യം. എന്തിന് ഞാൻ ചോദിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.